ഷാഫിയെ കണ്ടുപിടിക്കുക. ആദ്യമായി MP ആയ ഷാഫി പറമ്പിൽ ആദ്യ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചപ്പോൾ അഭിനന്ദിച്ച് സ്പീക്കർ ഓം ബിർള. മികച്ച പാർലമെന്റേറിയൻ ആവുക എളുപ്പമുള്ള കാര്യമല്ല. നല്ല ഗൃഹപാഠവും ഏകോപന മികവും കാര്യക്ഷമതയും വേണം. താൻ ഒരു മികച്ച പാർലമെന്റേറിയൻ ആകും എന്ന ഉറച്ച മനസ്സോടെയാണ് MP ഷാഫി പറമ്പിൽ ഡൽഹിക്ക് വണ്ടി കയറിയത്. ആദ്യമായി MP ആയ ഷാഫി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് സ്പീക്കർ ഓം ബിർളയുടെ അഭിനന്ദനം നേടുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 400 രൂപയാക്കണമെന്നും ഒരു വർഷം ചുരുങ്ങിയത് 150 ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബില്ലാണ് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത്. എല്ലാ MP-മാരും ഇത് മാതൃകയാക്കണമെന്ന് സന്തോഷത്തോടെ സ്പീക്കർ സഭയോട് പറയുന്നു. ചില MP-മാർ എത്ര പ്രേരിപ്പിച്ചാലും വാ പോലും തുറക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഷാഫിയെ അഭിനന്ദിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ ഒരു വട്ടം പോലും സഭയിൽ ശബ്ദമുയർത്താത്ത MP-മാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെതിരെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്നു. തന്റെ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രസംഗത്തിനിടെ ഇഷ്ടപ്പെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ ഷാഫി പറമ്പിലും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചിരുന്നു. വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതി നിയോഗിക്കണമെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു മറുപടി നൽകി. കമ്പോളവും ആവശ്യവുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ഷാഫി ഖണ്ഡിച്ചു. അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറഞ്ഞിരുന്നു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ 27 വിമാന നിരക്ക് എയർ ഇന്ത്യക്ക് 19,062 രൂപയായിരുന്നു. 3 സീറ്റ് മാത്രമാണ് ബാക്കി. ഇതേ വിമാനത്തിൽ ഓഗസ്റ്റ് 31 77,573 രൂപയായി. അന്ന് 9 സീറ്റ് ബാക്കി. 3 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 19,062 രൂപയും 9 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 77,573 രൂപയും എന്നത് എന്ത് കമ്പോളവും ആവശ്യവുമാണ്. പ്രവാസിക്ക് എങ്ങനെയാണ് അവധിക്ക് വീട്ടിൽ വരാൻ കഴിയുക, തിരിച്ചു പോകാൻ സാധിക്കുക? ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരന് വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത, ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാത്തവരാണ് പലരും. അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനും പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുണ്ട്. മരുഭൂമിയിൽ വർഷങ്ങളോളം ആടുമേയ്ക്കേണ്ട വന്നയാളുടെ ജീവിതകഥ. അങ്ങനെ എത്രയോ പേർ സമാന ജീവിതം നയിക്കുന്നു. 4 അംഗ കുടുംബത്തിന് വർഷത്തിൽ ഒരിക്കൽ നാട്ടിലേക്ക് വരാൻ 3 ലക്ഷം രൂപ വേണം. എല്ലാ ചെലവുകളും കഴിഞ്ഞ് അവർ ബാക്കി വെക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുന്നില്ല. വർഷം 1.1 ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത്? എയർപോർട്ടിൽ കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ വിമാന നിരക്ക് കൂടുതലാണ്. 41% വർധന. ഗൾഫ് മേഖലയിൽ അനിയന്ത്രിതമായ വിമാന നിരക്കിനെ കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഷാഫി NK പ്രേമചന്ദ്രനും ആവശ്യപ്പെട്ടു.